മണലാരണ്യം അല്ലേ? ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വെള്ളിയാഴ്ച മാത്രമേ കാണിക്കാൻ കഴിയൂ, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം വീഡിയോ എടുക്കാമെന്ന് വെച്ച് എടുത്തത്. അപ്പോഴല്ലേ എല്ലാവരും ഒരുമിച്ചുണ്ടാവുകയുള്ളൂ. ശങ്കുരുക്കുട്ടൻ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ഫിഷ് മാർക്കറ്റിൽ പോയി ഫിഷൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. അപ്പോൾ അതിന് ശേഷമാണ് കരുതിയത് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഇവിടെ തൊട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ശങ്കുരുമോൻ ഫിഷിന് വെള്ളം മാറ്റി കൊടുക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലോ വ്യാഴാഴ്ച വൈകിട്ടുമാണ് ഫിഷിന് വെള്ളം മാറ്റി കൊടുക്കുക. ഫിഷ് ടാങ്ക് എടുത്തുകൊണ്ട് വൃത്തിയായിട്ട് കഴുകി അതിനകത്ത് വെള്ളം മാറ്റുക, മീനെ തിരിച്ച് പിടിച്ചിടുക, അതൊക്കെ അവൻ്റെ ജോലിയാണ്. അവൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മിനറൽ വാട്ടറാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റേ വെള്ളം ഉപ്പ് വെള്ളം ആയതുകൊണ്ട് കഴിയില്ല. അപ്പോൾ അവൻ തന്നെ അതൊക്കെ ചെയ്യുന്നു രാവിലെ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമായിരുന്നു. വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഭയങ്കര ഗമയായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പിന്നീട് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കും ബീഫിൻ്റെ കരൾ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ബീഫിൻ്റെ കരൾ എടുത്ത് വെച്ചു. പിന്നെ ഫിഷ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചു. ഇത് ഈ കുക്കറിനകത്ത് ചീനിയാണ് വേവുന്നത്. ചീനി ഇവിടെ വിസിൽ കേൾപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യാറ്. കാരണം ഫ്രീസ് ചെയ്ത ചീനിയാണ് ഇവിടെ കിട്ടാറ്. പിന്നെ അതാണ് ബീഫിനകത്ത് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കുവാണ്. അപ്പം ബീഫ് വരട്ടിയതും കോവയ്ക്കയും ചീനിയും മോര് കറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വയ്ക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ മാഷേട്ടൻ വെച്ച് തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ബീഫും കരൾ വരട്ടുന്നതൊക്കെ ഉണ്ടാവുന്ന ദിവസം മാഷേട്ടനാണ് വയ്ക്കാറ്. അത് 6 മാസത്തിലൊരിക്കലൊക്കെയാണ് വീട്ടിൽ വാങ്ങാറ്. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. ഇനി ആ സമയത്ത് നമുക്ക് കോവയ്ക്ക മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടുക് വറക്കുന്ന സമയത്ത് ഞാൻ ഒരു വെളുത്തുള്ളിയും കൂടി അതിനകത്തേക്ക് അരിഞ്ഞിടും. എന്നിട്ടാണ് കോവയ്ക്ക മെഴുക്ക് വരട്ടി എടുക്കാറ്. അപ്പോൾ ശങ്കുരു മോനാണ് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത്. ദൂരെ നിന്ന് പിടിച്ചു തരുവാണേ. അപ്പോൾ അങ്ങനെ കോവയ്ക്ക അങ്ങനെ അടുപ്പിൽ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മരച്ചീനി റെഡി ആയിട്ടുണ്ട്. ചീനി, കപ്പ, പൂള എന്നൊക്കെ പറയും അല്ലേ? പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ കൊല്ലക്കാർ മരച്ചീനിയാണെന്ന് പറയും. കപ്പ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ചീനി എന്നാണ് കൂടുതൽ പറയുക. അപ്പോൾ അത് നല്ല കുക്കറിൽ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്താണ് ഞാൻ വേവിക്കാൻ വെച്ചത്. അത് അവിടെ വെച്ച ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചുവന്നുള്ളിയും 3-4 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ അടിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ആ മരച്ചീനിക്കകത്ത് ചേർത്ത് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെയാണ് ചീനി വെക്കാറ്. നിങ്ങളെങ്ങനെയാണ്? ഇങ്ങനെയാണോ വെക്കുക? ഓരോരുത്തരും ഓരോ രീതിയിലാണ് അല്ലേ എല്ലാം പാചകം ചെയ്യുന്നത്. പലരും പല ടേസ്റ്റും പല രീതിയുമാണ്. ഞാനിങ്ങനെയാണ് വെക്കുക. അപ്പോൾ ഞാനിത് ഇടിച്ച് കുഴയ്ക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ശങ്കുരുമോൻ ഞാൻ ഇടിച്ചു തരാമെന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഏത് കാര്യം അവൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അതിൽ വലിയ ചൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവനെ കൊണ്ട് ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് കുഴപ്പിച്ചു. ബാക്കി ഞാനിങ്ങ് മേടിച്ചു. ഒരു നുള്ളു വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചീനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കോവയ്ക്ക അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് വഴട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ബീഫിൻ്റെ കരളിനുള്ള എല്ലാ കാര്യങ്ങളും മാഷേട്ടൻ റെഡിയാക്കിയായിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവ വഴട്ടിയെടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, പിന്നെ ബീഫ് മസാല ഇത്രയാണ് ഞാൻ ചേർക്കാറ്. അപ്പം ഇതിപ്പോൾ മാഷേട്ടന് എന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാനാണ് ചെയ്യുന്നത്. മാഷേട്ടൻ വീഡിയോ പിടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ റെഡി ആകുമ്പോഴേക്കും അത് വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ടുണ്ടാകും. വാങ്ങാറാകുമ്പോൾ കുറച്ച് കുരുമുളകും കൂടി അതിലേക്ക്
ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ ശങ്കുരു കുട്ടനോട് ഭയങ്കര ഷോയൊക്കെ നടത്തുകയാണ്. പിന്നെ ഇവർ ശരത്തിനെ വിളിക്കാൻ പോയി. ഇന്ന് ദീപു വരത്തില്ല, വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് ദീപു ഇല്ലായിരുന്നു. ശരത്തിനെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്നീട് കിട്ടിയ ഗ്യാപ്പിന് ഞാൻ കുറച്ച് തുണി മെഷീനിലിട്ടു. അതൊക്കെ ശങ്കരമോനാണ് വീഡിയോ വിളിച്ച് തന്നത് കേട്ടോ. ഞങ്ങൾ തുണി കഴുകി ഇടുന്നത് ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ പോലുണ്ട്, ഗ്യാസൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അവിടെയാണ് തുണി കഴുകി വിടുന്നത്. തുണിയൊക്കെ കഴുകിയിട്ടു. പിന്നെ റെഡിയായി ചോറൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ ക്യാമറ ഉള്ളത് കൊണ്ട് ആർക്കും വയ്യ, ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആർക്കും വയ്യ. പിന്നെ ശങ്കുരുക്കുട്ട റെഡിയായി, ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അവന് വിളമ്പി കൊടുക്കുവാണ്. അപ്പോൾ കോവയ്ക്കയും ചീനിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളിത്തീയലുണ്ടായിരുന്നു, അത് ഇന്നലത്തെ ആയിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നീട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളിരുന്ന് ക്യാരം ബോർഡൊക്കെ കളിച്ച് വൈകിട്ടായപ്പം ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ അതുണ്ടാക്കിയപ്പോഴും കുരുട്ട് കൂടെ ഉണ്ട് കേട്ടോ. ശങ്കുരുക്കുട്ടൻ അതിനും റെഡിയാണ്. അവനാണ് ഇവിടെ കലക്കുന്നതും പിടിക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് മിക്കപ്പോഴും അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ മിക്കപ്പോഴും അടുക്കളയിലൊക്കെ തന്നെ ആയിരിക്കും. ഞങ്ങൾ ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വന്നാണ്ട് ഏത്തയ്ക്കൊക്കെ ചെറിയ കൊച്ചു പീസൊക്കെ ആക്കി ഇട്ടിരിക്കുക. പിന്നെ അത് കണ്ടുകൊണ്ട് ശരത്ത് വന്ന് നീ മാറി നിൽക്കും, മാമി ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതാ റെഡി കണ്ടോ, നമ്മുടെ ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടുമ്പോൾ മാഷേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞു, സമയം പോകുന്നു, 4 മണിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് റെഡിയാകാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ ഒരുങ്ങുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല, കാരണം ഒരുങ്ങുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ല. സൺസ്ക്രീൻ ഉപയോഗിക്കും, കണ്ണെഴുതും, ഐബ്രോ ഒന്ന് ശരിയാക്കും, പൊട്ട് വയ്ക്കും, ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇടും. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഭയങ്കര പിന്നെ വള്ളി കെട്ടലാണ് ഇവിടെ. ഇത് എന്നാകാലം കെട്ടിത്തീരുമോ എന്തോ. Yes guys, we are going to ശങ്കർ കൂടെ എല്ലാം ഇട്ടിട്ട് പോയാ ഞങ്ങൾ ശരിക്കും അമ്പലത്തിൽ പോയിട്ട് കുറച്ച് നാളായി. പഴയ വണ്ടി നമ്മൾ കൊടുത്തു, പുതിയൊരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയും കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ്. അപ്പം വണ്ടിയിലിരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവന്മാർ ഭയങ്കര ഷോ ഓഫൊക്കെ നടത്തുവാണ്. ശങ്കുരു ആയാലും ശരത്തായാലും രണ്ടും ഒരു രക്ഷയുമില്ല, ഭയങ്കര ഗമയിൽ അങ്ങനെ ഇരിപ്പാണ്. അപ്പോൾ റോഡിലെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. കാരണം വണ്ടിക്കകത്ത് നമ്മൾ കാറിനകത്ത് പാട്ടിട്ടേക്കുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇതൊക്കെ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. വണ്ടി നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 അമ്പലത്തിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റുവിയിലും മത്രയിലും ആയിട്ടാണ്. റുവിയിലുള്ള അമ്പലത്തിൽ പോയ ശേഷം ഞങ്ങൾ പിന്നെ മത്രയിൽ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് അമ്പലത്തിനകത്തൊന്നും പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പുറത്തു നിന്നാണ് എല്ലാം പിടിച്ചിട്ടുള്ളത്. മണലാരണ്യം അല്ലേ? ഇവരുന്ന് ഗദ്ദാമ, ഞാൻ ഇവനോടെ ഗദ്ദാമ കണ്ടിരുന്നു. ഞങ്ങൾ കണ്ടിരുന്നു. ശങ്കുരാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ശങ്കുരുന്ന് കണ്ട്. വിളിക്കാൻ പറ്റിയോ അവിടെ
നമ്മൾ റുവിയിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ അടുത്ത അമ്പലത്തിലേക്ക് പോകാനുള്ള വഴിയിലൂടെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടല്ലേ, എന്താ ഭംഗി. ഇതൊക്കെ ഇറങ്ങി നിന്ന് നന്നായിട്ട് വീഡിയോ എടുക്കണം, എന്നാലേ കുറച്ചും കൂടെ ഭംഗിയാവും. ഇതിപ്പോൾ ഞാൻ കാലിരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെയൊക്കെ നിന്ന് മുമ്പൊക്കെ ഒരുപാട് വീഡിയോസും റീൽസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ വോയിസ് കുറച്ച് പ്രശ്നമുണ്ട്, തൊണ്ട അടച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് വോയിസ് വല്ലാതെ തോന്നുന്നത്. ഇപ്പോൾ തണുപ്പ് ഏകദേശം മാറി വരുന്നു, ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വീണ്ടും പഴയതുപോലെ AC ഇട്ട് കിടപ്പ് തുടങ്ങിയപ്പോഴേക്കും വീണ്ടും എല്ലാം അഡ്ജസ്റ്റായി വരണ്ടേ, അതുകൊണ്ടാണ് തോന്നുന്നു തൊണ്ടയൊക്കെ പ്രശ്നമാണ്. തൊണ്ടയും മുഖമൊക്കെ പ്രശ്നം തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം, വേറെ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ പരീക്ഷയാണ്, നാട്ടിലും പരീക്ഷയൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ ശങ്കുരുമോൻ ഇന്ന് പരീക്ഷ തീരും, ഒന്നും കൂടിയേ ഉള്ളൂ. ചൊവ്വാഴ്ച പരീക്ഷ തീരുവാണ്. അപ്പോൾ ശങ്കുരുമോൻ ഇത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി, അവൻ ഹാപ്പിയായി. അവന് 20-25 ദിവസം അവധിയാണ്. അധ്യാപകർക്ക് പോകണം, അവർക്ക് എല്ലാ ദിവസവും പോവുകയും പ്രോഗ്രസ് റിപ്പോർട്ടും പേപ്പർ നോട്ടും അങ്ങനെ വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പക്ഷെ കുട്ടികൾക്ക് 9ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പോകണ്ട, വീട്ടിലാണ് അവർക്ക് ഹാപ്പിയായി കളിക്കാം. പലരും നാട്ടിൽ പോകുന്നവരുണ്ട്, പോകുന്നവർക്ക് പോകാം. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാനും ശങ്കുരുക്കുട്ടനും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് വയ്യായിരുന്നല്ലോ. ഇത്തവണ നമ്മൾ നാട്ടിൽ പോകുന്നില്ല, ജൂണിൽ മാത്രമേ നാട്ടിൽ പോകുന്നുള്ളൂ. പിന്നെ അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് രണ്ടാമത്തെ അമ്പലത്തിനും പോയിട്ട് തിരിച്ച് വന്ന് മത്രയിൽ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും 6:15 ആ സമയമായിരുന്നു. കുറേ ആളുകളൊക്കെ നൊയമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ 6:15 ആയപ്പോഴത്തേക്കിനും നൊയമ്പ് മുറിച്ച സമയത്ത് ഞങ്ങളും വണ്ടിയിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവന്യൂസ് മാളിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു, ഒരു ഷൂവും കുറച്ച് ടീഷർട്ടും ഒരു ടോപ്പൊക്കെ മേടിക്കണമെന്ന്, നാട്ടിൽ പോകാനായിട്ടൊക്കെ മേടിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് അവന്യൂസ് മാളിലാണ്. ഇവിടുത്തെ ഒമാനിലെ ഏറ്റവും വലിയ ലുലു അതിനകത്താണുള്ളത്. അപ്പോൾ അവന്യൂസ് മാളിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി പോവുക. അവിടെ ചെന്നിട്ട് വീഡിയോ പിടിക്കാം എന്നൊക്കെ കരുതിയാണ് പോകുന്നത്. പക്ഷേ എന്നാൽ ഞാൻ ഇപ്പോഴേ പറയുക, അവന്യൂസ് മാളിൽ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. നൊയമ്പ് മുറിച്ച സമയം കൂടി ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് വരുമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും പുറത്തിറങ്ങുന്നത് ശരിക്കും രാത്രിയാണല്ലോ. വൈകുന്നേരം നമ്മുടെ നാട്ടിലൊക്കെ തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും അകത്ത് കയറും. പക്ഷേ ഇവിടെ എല്ലാവരും വൈകിട്ടാകുമ്പോഴത്തേക്കിന് പുറത്തിറങ്ങും. രാത്രിയൊക്കെ 10, 11, 12 മണിയൊക്കെ പുറത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തിരക്കായതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അവന്യൂസ് മാളിൽ എത്തിയപ്പോൾ തന്നെ വീഡിയോ നിർത്തുമായിരുന്നു. പിന്നെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേയൊക്കെ എടുത്തു. അകത്ത് മാക്സിമം എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. നൊയമ്പും മറ്റും സ്റ്റാർട്ട് ചെയ്ത് പെരുന്നാളും ഒക്കെ വരികയല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ലൈറ്റ് സെറ്റിങ്സും എന്തൊക്കെയാണ് കാണുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തോരം ലൈറ്റ് സെറ്റിങ്സ് ആണെന്നോ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്. കണ്ടേ, നമ്മൾ അവന്യൂസ് മാളിനകത്ത് കയറി ലുലുവിലേക്ക് പോവുകയാണ്. പക്ഷേ എസ്കലേറ്ററിൽ നിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ അകത്തേക്ക് പോയി ഞാൻ ചുരിദാറൊക്കെ സെലക്ട് ചെയ്തു. ഒരു ടോപ്പേ വാങ്ങിയുള്ളൂ, എനിക്കൊരു ടോപ്പ് മതിയായിരുന്നു. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടൊരു ടോപ്പ് സെലക്ട് ചെയ്താണെന്നുണ്ട്, അതാണിത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞാനും ശങ്കുരുക്കുട്ടനും വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഷൂസ് വാങ്ങി, ശങ്കുരുമോൻ ടീഷർട്ടും ആഷേട്ടൻ ടീഷർട്ടും ഒക്കെ മേടിച്ചു. തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോഴേക്കും 9:30, എനിക്ക് തോന്നുന്നു 10 മണിയോളം ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ ഞങ്ങൾ
വഴിയിൽ വരുന്ന അതൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ വരെയാണ്. ഇനി നേരെ വീട്ടിൽ പോകണം. ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ മറ്റു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ടാറ്റാ.